സമഗ്ര ശിക്ഷ കേരള BRC പന്തലായനിയുടെയും വൻമുഖം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ഭാഗമായി സർഗജാലകം സായന ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. നന്ദി കവലയിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ഷിജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് സമഗ്ര ശിക്ഷ കേരള BRC പന്തലായനിയുടെയും വൻമുഖം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർഗജാലകം സായന ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ സാമൂഹിക ഉൾച്ചേരൽ ലക്ഷ്യമാക്കിയാണ് സായാഹ്ന ജനകീയ സദസ്സ് നടത്തിയത്. വൻമുഖം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുക്കിയ ചടങ്ങിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടി നിയോജക മണ്ഡലം MLA കാനത്തിൽ ജമീല നിർവഹിച്ചു. എല്ലാവരോടും ഒപ്പം എത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് BRC നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ BRC ഏറ്റവും മികച്ച രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് ഇവരെ ഒപ്പം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരാണെങ്കിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ കാലങ്ങളിലും പല രീതിയിലേക്കുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഭിന്നശേഷിയുള്ള കുട്ടികളെ എവിടെയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭിന്നശേഷിയിലുള്ള അംഗവൈകല്യമുള്ള ഏത് കുട്ടികളാണെങ്കിലും ഏത് വലിയ മനുഷ്യരാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് യാത്ര ചെയ്യാനുള്ള പ്രയാസങ്ങളല്ലാതെ അനുഭവിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ പരിമിതിയുള്ള കുട്ടികൾക്കും വലിയ ആളുകൾക്കുമുള്ള സൗഹൃദ കേന്ദ്രങ്ങളായിരിക്കണം അവരെത്തുന്ന ഇതെല്ലാം എന്നുള്ളതാണ് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത്. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മോടാടി പഞ്ചായത്ത് പ്രസിഡന്റ് CK. ശ്രീകുമാർ മുഖ്യാതിഥിയായി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സുനിൽ തിരുവങ്ങൂർ, മേലടി AEO അസീസ്, PTA പ്രസിഡന്റ് റഷീദ് കൊളരാട്ടിൽ, MPTA വൈസ് പ്രസിഡന്റ് ഹസ്ബീന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പന്തലായനി BRC പരിധിയിലെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളെ ബിജു അരിക്കുളത്തിന്റെ ശിക്ഷണത്തിലൊരുക്കിയ നാടൻപാട്ട് ഗ്രൂപ്പ് ഉദ്ഘാടന പരിപാടി വേദിയിൽ അവതരിപ്പിച്ചു. കൂടാതെ കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.